ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. മോൾഡൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ ഞാൻ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. മോൾഡ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടിയ കപ്പാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഓവണൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 230 ഡിഗ്രി സെൽഷ്യസിൽ 2 കോയിനും ഫാനും വർക്ക് ചെയ്യുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആട്ടോ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ് കേക്കിന് ആവശ്യമായ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ചേർക്കാൻ പോകുന്നത് 30 ml സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ 30 ml പാലും കൂടി എടുക്കുന്നുണ്ട്. തണുത്ത പാലല്ല എടുക്കേണ്ടത്, ഒരു ഇളം ചൂടുള്ള പാല് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ കപ്പ് കേക്കിന് ആവശ്യമായ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൺ ഇവിടെ നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കോയിനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ പൊള്ളാതെ ഇത് തുറന്ന് അല്ലെങ്കിൽ ഗ്ലൗസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എല്ലാ ഓവണിലും ഒരുപോലെ ആയിരിക്കില്ല, ടൈം വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ 150 ഡിഗ്രിയിൽ 2 കോയിനും ഫാനും വർക്ക് ചെയ്യുന്ന വിധത്തിൽ ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഓവൺ ഓഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ കുത്തു നോക്കിയ കമ്പിയിൽ മാവ് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള വനില കപ്പ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.